മൂർഖനും വെള്ളിക്കെട്ടൻ എന്ന ശംഖുവരയനുമാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രണ്ട് വിഷപ്പാമ്പുകൾ. അവയുടെ വെനം പ്രധാനമായിട്ടും ന്യൂറോടോക്സിക് ആണ്, അതായത് നെർവുകളെ, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിധത്തിലുള്ളത്. എന്നാൽ അണലിയുടെ വിഷം ഹീമോടോക്സിക് ആണ്, രക്തം കട്ടകെട്ടിച്ച് രക്തചംക്രമണ വ്യവസ്ഥയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന വിധത്തിലുള്ളത്. ചിലയിനം അണലികളുടെ വെനത്തിൽ ന്യൂറോടോക്സിക് ആയിട്ടുള്ള ഘടകങ്ങളും കൂടി ഉണ്ടാകും. ഇരപിടിക്കലിൻ്റെ ഭാഗമായിട്ട് പാമ്പുകളിൽ അവയുടെ ഉമിനീർ പരിണമിച്ചുണ്ടായതാണ് വെനം. അത് പ്രത്യേക ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് പ്രത്യേകതരം പല്ലുകളിലൂടെ ഇരകളിൽ കുത്തിവെച്ച് അവയെ മയക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്ന ധർമ്മത്തിന് വേണ്ടി ഉണ്ടായതാണ്. വലിയ ഇരകളെ തിന്നാനായിട്ട് കീഴടക്കുമ്പോൾ അവ പിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കാനാണ് ഇത് സഹായിക്കുന്നത്. ഇങ്ങനെ വിഷം കുത്തി വെച്ച് അത് മയക്കിയാൽ അതിൽ കൊന്നാൽ വിഴുങ്ങൽ എളുപ്പമാവും. അല്ലാതെ നമ്മൾ മനുഷ്യരെയൊക്കെ കടിച്ച് കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടേ അല്ല പാമ്പുകളിലൊന്നും ഈ വിഷം ഉണ്ടായിരിക്കുന്നത്. പാമ്പുകളുടെ വെനം എന്നത് ടോക്സിനുകൾ എന്ന് വിളിക്കാവുന്ന പലതരത്തിലുള്ള പ്രോട്ടീനുകളുടെയും പെപ്റ്റൈഡുകളുടെയും ഒക്കെ ഒരു കോക്ടെയിലാണ്, ഒരു സമ്പൂർണ്ണ മിശ്രിതമാണ്. അതിലെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അത് ഏത് വിധം എത്രമാത്രം ശക്തമാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരേ ഇനം പാമ്പുകളിൽ തന്നെ, ഒരേ സ്പീഷീസിലുള്ള പാമ്പുകളിൽ തന്നെ അവയുടെ വിഷ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അവ ജീവിക്കുന്ന പ്രദേശം, അതായത് അവയുടെ ഹാബിറ്റാറ്റ്, കാലാവസ്ഥ, സീസണുകൾ, പാമ്പിൻ്റെ പ്രായം, വലിപ്പം തുടങ്ങിയൊക്കെ ആശ്രയിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്തായാലും വെനം മറ്റൊരു ജീവിയുടെ രക്തത്തിലെത്തിയാൽ മാത്രമാണ് അതിൻ്റെ ആ ടോക്സിക് സ്വഭാവം പ്രകടിപ്പിക്കുകയുള്ളൂ. മൂർഖൻ്റെയും വെള്ളിക്കെട്ടൻ്റെയും ഒക്കെ വെനം മൂലം സംഭവിക്കുന്നത്, നമ്മളെപ്പോലെയുള്ള ആൾക്ക് കടി കിട്ടിയാൽ നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ശ്വാസകോശ പേശികൾ തളർന്നു പോയി അവർക്ക് പാരലൈസിസ് സംഭവിച്ച് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിക്കുക. അതുപോലെ തന്നെ കാർഡിയാക്ക് മസിലുകളെ, ഹൃദയ പേശികളെയും പാരലൈസ് ചെയ്ത് കാർഡിയാക്ക് അറസ്റ്റ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിർത്തൽ ഒക്കെ സംഭവിക്കും. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതായത് കാർഡിയോടോക്സിൻ എന്ന് പറയുന്ന ഒരു തരം ന്യൂറോടോക്സിൻ തന്നെയാണ്. ഇവയുടെയൊക്കെ വെനം വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. നല്ല അളവിൽ വിഷം കയറുകയും കടി കിട്ടിയ ആൾ വല്ലാതെ പേടിക്കുകയും ഓടാനും നടക്കാനും ഒക്കെ ശ്രമിക്കുകയും ചെയ്താൽ അതിവേഗം വിഷം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുകയും ശ്വാസം നിലച്ച് മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ മരണം സംഭവിക്കുകയും ചെയ്യാം. അതിനാൽ തന്നെ ഇത്തരം പാമ്പുകളുടെ കടിയേറ്റ ആളെ ഏറ്റവും വേഗത്തിൽ സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ചെയ്യുക എന്നത് മാത്രമേ ഏക വഴിയായിട്ടുള്ളൂ. പാമ്പ് കടിയേറ്റാൽ പ്രാഥമിക ചികിത്സ എന്നൊന്നില്ല. പണ്ടൊക്കെ നമ്മൾ തെറ്റായി ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അത്. മുറിവായ ബ്ലേഡ് കൊണ്ട് കീറൽ, രക്തം ഒഴുക്കിക്കളയൽ, ചുണ്ടുകൊണ്ട് മുറിവായിൽ നിന്നും ചോരയും വിഷവും ഒക്കെ വലിച്ച് തുപ്പിക്കളയൽ, കടി കിട്ടിയതിനു മുകളിൽ മുറുക്കിക്കെട്ടലൊക്കെ. അതിലൊന്നും ഒരു കാര്യവുമില്ല. സുവർണ നിമിഷങ്ങളാണ്, ഗോൾഡൻ അവറാണ് ആദ്യ മണിക്കൂർ. അതിനുള്ളിൽ ഏറ്റവും വേഗത്തിൽ ആധുനിക ചികിത്സ നൽകുന്ന ഒരു ആശുപത്രിയിൽ എത്തിച്ച് വിഷത്തിനെതിരെയുള്ള ആൻറ്റിവെനം മരുന്ന് കയറ്റുക എന്നുള്ളതാണ് ഏക വഴി. ചിലപ്പോൾ അത് പ്രവർത്തിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ശ്വാസം നിലച്ചു പോകാം. അത്തരം ഒരവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ടിവരും.